തടഞ്ഞുവെച്ച ശമ്പളം അനുവദിച്ച് കയർ ബോർഡ് 5 മാസത്തെ ശമ്പളം നൽകാനാണ് ഉത്തരവായത്. പക്ഷാഘാതം ബാധിച്ച സുനിൽകുമാറിനെ കയർ ബോർഡ് മേലുദ്യോഗസ്ഥർ വേട്ടയാടുന്നു എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, വൈകി ഉദിച്ച ബുദ്ധിയാണെങ്കിലും അത്രയും നല്ലത്. വിഷ്ണു, ഹാഷ്മി, ഇന്നലെയാണ് സുനിൽകുമാറിനെതിരെ ഈ കയർ ബോർഡ് മേലുദ്യോഗസ്ഥർ നടക്കുന്ന വേട്ടയാടലിനെ കുറിച്ച് മകൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിന് പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലാണ്. ലീവ് അപേക്ഷിച്ചിട്ട് അത് കിട്ടുന്നില്ല. ഒപ്പം തന്നെ ഈ 5 മാസത്തെ ശമ്പളം അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മേലുദ്യോഗസ്ഥർക്കെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് ഈ വേട്ടയാടൽ എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇന്നലെ ജോളി മധുവിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന ഘട്ടത്തിൽ അവിടെ എത്തിയാണ് മകൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ ആ വിഷയത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. സുനിൽകുമാറിന്റെ തടഞ്ഞുവെച്ച 5 മാസത്തെ ശമ്പളം കൊടുക്കാൻ ഉത്തരവായിരിക്കുന്നു. അതായത് കയർ ബോർഡ് ഈ വാർത്തകൾക്കെല്ലാം പിന്നാലെ, ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നാലെ ഒരു തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുനിൽകുമാറിനെ പശ്ചിമ ബംഗാളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഈ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം നൽകിയെങ്കിലും ആ ട്രാൻസ്ഫർ ഇതുവരെ റദ്ദു ചെയ്യാൻ കയർ ബോർഡ് തയ്യാറായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു നടപടി കൂടി കയർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കയർ ബോർഡ് വലിയ പ്രതിരോധത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾക്ക് ഇനി ഇട നൽകാതെ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടാനുള്ള സാധ്യത MSME അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് ഹാഷ്മി. ഓക്കെ, അപ്പോൾ വിഷ്ണു, അപ്പോൾ അത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ ജോളി മധുവിൻ്റെ കാര്യം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുന്നുണ്ട്. MSME അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ മേലുദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന അങ്ങ് ഏതോ നാട്ടിലേക്കുള്ള സ്ഥലമാറ്റങ്ങൾ, ഈ പറയുന്ന പകമൂത്ത സ്ഥലമാറ്റങ്ങൾ പതിവാണ് എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് അത് രംഗത്ത് വരുന്നത്. എന്തായാലും അതിനിയും വള്ളി പിടിച്ചാൽ അത് വലിയ പ്രശ്നമാകും, അത് വീണ്ടും വലിയ ചർച്ചയാകും എന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ നന്നായതാണ് എന്നൊന്നും കരുതരുത്. തൊഴിൽ